അങ്ങനെ ആങ്ങി ഓങ്ങി സൂംബ സെന്ററിലെ ഓണം സെലിബ്രേഷനുള്ള പോക്കാണ് കേട്ടോ. വന്ന് ഇങ്ങനെ എന്ത് സെലിബ്രേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടുത്തെ പടി ഞാൻ ചവിട്ടല്. അതിപ്പോ ലേറ്റ് ആയിട്ടാണ് ഞാനിപ്പോ ഈ പോണത്. 9:30 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ്. ഞാൻ എന്താ 10:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരും ഞങ്ങളൊപ്പം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഒരു കുഞ്ഞു പൂക്കളൊക്കെ സെറ്റാക്കി ഫോട്ടോ സെക്ഷൻ ഒക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ മെയിൻ അജണ്ട 1-2 റീൽസ് എടുക്കണം. റീൽസിന്റെ സോങ്ങും ഡാൻസ് സ്റ്റെപ്പൊക്കെ എനിക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറ്റണ രീതിയിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും എന്നെ പോലെ മാവേലികളല്ലാത്തതുകൊണ്ട് തന്നെ ഡെയിലി ക്ലാസ്സിന് വരുന്നതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ഡാൻസിന്റെ സ്റ്റെപ്പുകളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഡെയിലി എങ്ങനെയെങ്കിലുമൊക്കെ ക്ലാസ്സിന് വരണം എന്ന് തോന്നും. പിന്നെയും മടി, ഈ മഴയൊക്കെ കാണുമ്പോൾ മടി പിടിച്ച് വീട്ടിൽ എവിടെയെങ്കിലും ഒരു മൂലക്കൽ ഇങ്ങനെ ഇരിക്കും. എന്താണ് സംഭവിക്കണത്? എല്ലാവരും മാറി മാറി നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ സെക്ഷനുകളും പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയും എല്ലാം ഏകദേശം ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. ഇന്നിവിടെ എല്ലാവരും സാരിയാണ് ഉടുത്തിട്ടുള്ളത്. ഞാൻ മാത്രം ധാവണി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 1-2 പേരൊക്കെ സൽവാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ നടുക്ക് നിൽക്കുന്നതാണ് ഞങ്ങളെ ട്രെയിനർ ശ്രുതി. ആളിപ്പോ സാരി ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ 1-2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും അവളുടെ സാരിയാണ് ഉടുത്തിട്ടുള്ളത്. ഇപ്പൊ ട്രെൻഡായ മൾക്കോട്ടണിലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവളുടെ പേജിൽ. രാഗ് ബൈ ശ്രുതി എന്നാണ് അവളുടെ ഇൻസ്റ്റാ പേജ്. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു 2-3 റീലൊക്കെ അങ്ങോട്ട് സെറ്റാക്കി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. നല്ല തിരക്കായിരുന്നു. എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി സെറ്റായി വന്ന ആൾക്കാർ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ കിട്ടാൻ ഇച്ചിരി വൈകി. ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്താൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. റീൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി കഴിഞ്ഞു വന്നപ്പോൾ സമയം വൈകിയപ്പോൾ ഞങ്ങൾ അതൊക്കെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തതാണ് പ്ലാനുകളൊക്കെ. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓളം വന്നു, കാളം വന്നു എന്ന് പറഞ്ഞ മാതിരി ഓരോന്നായിട്ട് വരികയാണ്. എല്ലാ സാധനം വന്നിട്ടും ചോറ് വരാൻ ഞങ്ങൾ ഇച്ചിരി ഒന്നല്ല കേട്ടോ കാത്തിരുന്നത്. ചോറ് വന്നതിന് ശേഷം ഇച്ചിരി സാമ്പാർ കിട്ടാൻ വേണ്ടി അതിലേറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. വിശപ്പിനൊക്കെ ഇത്രയും കാഠിന്യം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സമയമായിരുന്നു കേട്ടോ അതൊക്കെ. ഫുഡ് അങ്ങോട്ട് കിട്ടിയതും പിന്നെ ഒന്നും നോക്കാണ്ട് ഫുൾ അങ്ങോട്ട് കഴിച്ചു. അത് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ തിരിച്ചെത്തിയതും നേരെ അങ്ങോട്ട് ബെഡിൽ കിടന്നു. ഡ്രസ്സ് പോലും മാറ്റാനുള്ള ശേഷി എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ.